നടൻ ടിനി ടോമിനെതിരെ പോലീസിൽ പരാതി നൽകി നടി അൻസിബ ഹസൻ. തനിക്കെതിരെ ടിനി അപവാദ പ്രചാരണം നടത്തിയെന്നും തന്നെ മതതീവ്രവാദിയാക്കാൻ നിരന്തരം ശ്രമിക്കുന്നതായും അൻസിബ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലിഡിയ ജേക്കബ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ലിഡിയ, അമ്മയിലെ പ്രശ്നങ്ങൾ പുറത്തേക്ക് എത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പോലീസിൽ നൽകിയ പരാതിയിൽ അൻസിബ ആരോപിക്കുന്നത്? ലിഡിയ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. എന്തായാലും അമ്മയിലെ പ്രശ്നങ്ങൾ അത് കൂടുതൽ സങ്കീർണമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിഡിയ ചേരുന്നു വിവരങ്ങളുമായി. ലിഡിയ, നേരത്തെ അൻസിബ ഹസൻ പോലീസിൽ പോയതാണ്. അത് നേരത്തെ ഈ പറയുന്ന പോലെ തൃപ്പൂണിത്തുറയിലെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ ദുരനുഭവം അടക്കം വിവരിച്ചുകൊണ്ടാണെന്ന് ACP കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ടിനി ടോമിനെതിരെ കൃത്യമായ പരാതിയായി തന്നെ അൻസിബ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അത് കേസായിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, നിയമ നടപടിയുമായി അൻസിബ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അമ്മയിലെ തർക്കത്തിനൊടുവിൽ അൻസിബ നൽകുന്ന രണ്ടാമത്തെ പരാതിയാണ്. ഒന്ന് ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയായിരുന്നു. അത് ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിലായിരുന്നു ഇത്തരത്തിൽ പരാതി നൽകിയത്. അതിലും ഈ അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അതിൽ സംഘടനയ്ക്കിടയിൽ അല്ലെങ്കിൽ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരാതി പറഞ്ഞതിന് ശേഷം തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് അൻസിബ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ലക്ഷ്മിപ്രിയക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ടിനി ടോമിനെതിരെയും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു, നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻഫോ പാർക്ക് പോലീസിലാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. തുടർച്ചയായ സൈബർ ആക്രമണം, ഒപ്പം സ്ത്രീ എന്ന നിലയിൽ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു, വർഗീയ പരാമർശങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു എന്നിവയൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇൻഫോ പാർക്ക് പോലീസിൽ അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. ഈ അൻസിബയുടെ മറ്റു പരാതി, അതായത് ബാക്കിയുള്ള പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് മൊഴി ശേഖരിക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്തിരുന്നു. മറ്റ് നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ടിനി ടോമിനെതിരെയും നടപടി സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ അൻസിബയോട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഹാജരായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അൻസിബയോട് മാത്രമല്ല, ഈ നീന കുറുപ്പ്, ഒപ്പം ടിനി ടോമിനോടും ലക്ഷ്മിപ്രിയയോടും ഒക്കെ ഇത്തരത്തിൽ വിശദീകരണം നൽകാനൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞിരുന്നു. പക്ഷേ അൻസിബ തനിക്കൊരു നിഷ്പക്ഷ സമിതി ഈ അമ്മയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു നിഷ്പക്ഷ സമിതിക്ക് മുന്നിൽ മാത്രമേ താൻ വിശദീകരണം നൽകുകയുള്ളൂ, തന്റെ ഭാഗം പറയുകയുള്ളൂ എന്നുള്ള നിലപാടാണ് അൻസിബ സ്വീകരിച്ചത്. ഇന്നലെയായിരുന്നു ഹാജരാകേണ്ടിയിരുന്നത്. ഇന്നലെ അൻസിബ ഹാജരായില്ല. അതിന് പിന്നാലെ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ മൊഴി എടുക്കാനുള്ള കാര്യങ്ങൾ കൂടി അമ്മ നോക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടിയിലേക്ക് കൂടി അമ്മ കടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് അൻസിബ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.